വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മി ഉരത്തിത മദ്ഹോതുന്നേ വദനാൽ ബിദ ചെയ്ത കഥയോതുന്നേ ബാനം സമാനമിൽ ലിബിയൻ ഭൂമി പർഹാബലതിൻ്റെ ചരിതം തേടി. ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയരെ, ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഇന്നൊരു കൊച്ചു കഥയുടെ ചെപ്പ് തുറക്കാം. ഞങ്ങൾ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് ഉമർ മുഖ്താർ. മരുഭൂമിയിലെ സിംഹം. 1862 അതിവിശാലമായി പരന്നു കിടക്കുന്ന ലിബിയൻ മരുഭൂമി. അവിടെ അതാ പാരമ്പര്യത്തിൻ്റെ തനിമയിൽ പ്രോച്ചലിച്ച് നിൽക്കുന്ന നമ്മുടെ കഥാനഗരി പർഹ. അതാ അങ്ങോട്ട് നോക്കൂ. എന്താണ് അവിടെ? മറ്റൊന്നുമല്ല, അൽമൻ ഫിൽദോസിൻ്റെ സ്വകാര്യ അഹങ്കാരവും ഫർഹയുടെ സൂഫി പ്രഭയുമായ മുഖ്താറിന് ഒരു പൊന്നോമന പിറന്നിരിക്കുന്നു. ഏറെ പൊലിമയായി തന്നല്ലോ സുബ്ഹാനേ, ഏറ്റം പിരീശത്താൽ വന്നല്ലോ മുഖ്താർ. മാരിവില്ലയകവിടത്തും ചെഞ്ചുണ്ടില്ലോലമതും മാതളമൂറും വദനം ചെമ്പാവിൻ ചേലഴകും. ഏറെ പൊലിമയായി തന്നല്ലോ സുബ്ഹാനേ, ഏറ്റം പിരീശത്താൽ വന്നല്ലോ മുഖ്താർ. ഏറെ ലാളനയോടെ കുഞ്ഞിനെ കയ്യിലെടുത്ത മുഖ്താർ അവനെ ഉമർ മുഖ്താറേ എന്ന് നീട്ടി വിളിച്ചു. ദീനി വിഷയങ്ങളിലും യുദ്ധമുറകളിലും ഒരുപോലെ കഴിവ് തെളിയിച്ച മുഖ്താർ സാവയും കഴിഞ്ഞ് ജഗബു ഹുസാമയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വാർത്ത കേൾക്കുന്നത്. എന്തായിരിക്കും അത്? മറ്റൊന്നുമല്ല, സനൂസികളുടെ നേതാവ് മുഹമ്മദ് ബിൻ മഹദി തന്നെ പച്ചമല എന്നറിയപ്പെടുന്ന അൽ ജമൽ അഖ്ലറിൽ അധ്യാപകനായി നിയമിച്ചിരിക്കുന്നു. അങ്ങനെ 60 വർഷത്തോളം കാലം അധ്യാപന ദൗത്യവുമായി അവിടെ തുടർന്നു. അതിനിടയിലാണ് ഫ്രഞ്ച് അധിനിവേശത്തിൻ്റെ അരുണനകൾ ലിബിയൻ മണ്ണിൽ കൊടുങ്കാറ്റ് പോലെ അടിച്ചു വീശുന്നത്. ഫ്രഞ്ചുകാർ ചാടി ആക്രമിക്കുകയും പാതിയിൽ വെച്ച് മുഹമ്മദ് ബിൻ മഹദി വഫാത്താകുകയും ചെയ്തപ്പോൾ നാഥനില്ലാത്ത ആട്ടുംപറ്റങ്ങളെ പോലെ ഒരു നേതാവിൻ്റെ അഭാവം അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ സനൂസികൾ നിരന്തരം മുഖ്താറിലേക്ക് കത്തയച്ചു കൊണ്ടേയിരുന്നു. അതിൽ ഇങ്ങനെ ഉൾക്കൊള്ളിച്ചിരുന്നു: മുഖ്താറേ, മുഖ്താറേ, നീ വന്നിടില്ലേ, നീ വരില്ലേ, കൈ തന്നിടില്ലേ, കൈ തരില്ലേ, നീറുന്നു കൽബുള്ളിലായി, നോവുന്നു മനമേറയായി, ഉമരേ നോവുന്നു മനമേറയായി. അവരുടെ നിർദ്ദേശമനുസരിച്ച് തിരിച്ചെത്തിയ ഉമർ മുഖ്താർ ഫ്രഞ്ചുകാരുടെ വ്യാമോഹങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് അവരെ ഫ്രാൻസിലേക്ക് തന്നെ കെട്ടിച്ചു. അങ്ങനെ 1911 ലിബിയൻ മണ്ണിൽ മുസോളിയുടെ പട തങ്ങളുടെ ആക്രമണങ്ങൾ ഉഴുതുവിട്ടു. അവർ ഉസ്മാനികളുമായുള്ള കരാറിനെ ലംഘിച്ചു. പക്ഷേ ലിബിയക്കാരിത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം അവർക്കിത് നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരുന്നു. ചെറുക്കാൻ തോക്കോ ബീരങ്കിയോ ഇല്ലാത്തവർ കുതിരപ്പുറത്ത് കയറി വാൾ ചുഴറ്റി ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിച്ചു. മണൽപ്പൊറ്റുകളിൽ നിന്നും ചാടി വീഴുന്ന സനൂസികളുടെ പോരാട്ട വീരത്തിനു മുന്നിൽ മുസോലിക്കും പടയ്ക്കും പിടിച്ചു നിൽക്കാനായില്ല. അങ്ങനെ ഉമർ മുഖ്താർ പടോളിയുടെ ഒരു ധീര പേടി സ്വപ്നമായി മാറി. അങ്ങനെ 1930 പടോളി രണ്ട് നിർദ്ദേശങ്ങൾ ഉമർ മുഖ്താറിലേക്ക് അയച്ചു. ഒന്ന്, പോയിടണം നിങ്ങൾ പർഹ വിട്ട് പോവുക. നീ ഭൂമിൽ ഉമറിൻ മട്ട്. 2, കഴിയുക കാൽ കീഴിലടിമപ്പെട്ട് കീറിയെ ഉമറുമ കരാറിഞ്ചിട്ട്, കീറിയെ ഉമറുമ കരാറിഞ്ചിട്ട്. ഉമർ മുഖ്താർ, ഒന്നുകിൽ നിങ്ങൾ ലിബിയ വിട്ടുപോവുക, അല്ലെങ്കിൽ ഞങ്ങളെ അനുസരിച്ച് ജീവിക്കുക.
പക്ഷേ ഉമർ മുഖ്താർ ഇതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം അത് പിച്ച് ചീന്തിക്കൊണ്ട് ഒരാഹ്വാനം നടത്തി, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം. അങ്ങനെ 1930 ഒരു ധീര പോരാട്ടത്തിന് ശേഷം ഒളിത്താവളത്തിൽ അഭയം പ്രാപിക്കുകയായിരുന്നു ഉമർ മുഖ്താറും സംഘവും. അതിനിടയിൽ ലിബിയ മുഴുവൻ സനൂസികളെ എല്ലാം തുറങ്കലിൽ അടച്ചിരുന്നു പടോളിയും സംഘവും. പക്ഷേ ഉമർ മുഖ്താറിനെ ഇതൊന്നും ആയിരുന്നില്ല ഭയപ്പെടുത്തിയത്. ആഴ്ചകളായി അയൽ രാജ്യത്ത് അഭയം പ്രാപിച്ച തൻ്റെ അനുചരന്മാരെ കണ്ടിട്ട് അവർക്കായി ശക്തമായ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇനിയെങ്ങാനും അവർക്കെന്തെങ്കിലും. പ്രിയരാം നാട്ടുകാരെ, പ്രാണനാം കൂട്ടുകാരെ, അറിയുവതില്ലവനെന്തൊരു ഹാല്, തുണയവനില്ലിതെന്തൊരു ചേല്. പിരിശമിലേറി പരിഹാരം ചീറി അനുജരെ തേടി, മുന്നിൽ അരിവാൾകൾ കൈകളിലേന്തി, ഇരുഭാഗം ശത്രുവ തേടി നാടുകൾ വീശുന്നേ, ശരമത വേഗതയേറുന്നേ. ഉമർ മുഖ്താർ പുറപ്പെടാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം 40ഓളം വരുന്ന സൈന്യത്തോടു കൂടെ പുറപ്പെട്ടു. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു 40ഓളം വരുന്ന സൈന്യത്തിന് ഫ്രഞ്ച് പടക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകുമെന്ന്? ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെ ഉമർ മുഖ്താറും സംഘവും ഫ്രഞ്ച് പടയുടെ മുന്നിൽ പെട്ടുപോയി. പക്ഷേ ഉമർ മുഖ്താർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അദ്ദേഹം പ്രായം മറന്നു കരുതി വാളെടുത്ത് വെട്ടിക്കൊണ്ടേയിരുന്നു. തനിക്ക് നേരെ വരുന്ന ഓരോ ഫ്രഞ്ചുകാരെയും വെട്ടിയിട്ടു. പക്ഷേ തൻ്റെ കുതിരയുടെ കാലിനേച്ച ആഘാതം കാരണം അദ്ദേഹം തെറിച്ചു വീണു. അങ്ങനെ അദ്ദേഹം ചാടി എഴുന്നേറ്റപ്പോയേക്കും ഫ്രഞ്ചുകാർ അദ്ദേഹത്തെ വളഞ്ഞിരുന്നു. അവർ അദ്ദേഹത്തെ ചെങ്ങലയിൽ ബന്ദിലാക്കി മരുഭൂമിയിലൂടെ വലിച്ചയച്ചു. അങ്ങനെ 1931 അദ്ദേഹം കൈകളിൽ ഖുർആനും നെഞ്ചിലേറ്റി. 20,000 വരുന്ന സനൂസികളുടെ മുന്നിൽ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ഭൂമിയോട് വിട പറഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ കൊച്ചു കഥാപ്രസംഗം അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Next on the stage, code letter H.